എസ്തറോളോളിൽ നിന്ന് എൻഗാനിമിലേക്ക്, ഇടയ്ക്ക് മെഗിദോയിൽ. കർമ്മലമലയുടെ ഉച്ചിയാണോ ആ കാണുന്നത് ഗുരുവേ? കസിൻ ജെയിംസ് ചോദിക്കുന്നു. അതെ, കർമ്മല മലനിരയാണത്. ഏറ്റവും ഉയരം കൂടിയതിൻ്റെ പേരാണ് കർമ്മലമല എന്നുള്ളത്. അതിൻ്റെ മുകളിൽ നിന്ന് ചുറ്റും നോക്കിയാൽ എത്ര മനോഹരമായിരിക്കും. നീ അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടോ? ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ട്. എൻ്റെ പരസ്യ പ്രേക്ഷിതത്വം ആരംഭിച്ച കാലത്ത് ഒരിക്കൽ ഞാൻ ഒറ്റക്ക് ആ മല കയറി. ആ മലയുടെ അടിവാരത്തിൽ വെച്ച് ഞാൻ ആദ്യമായി ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി. എന്നാൽ ഇന്ന് നമുക്കെല്ലാവർക്കും കൂടി ആ മല കയറാം, ഏലീശായുടെ ഓർമ്മ ആചരിക്കാൻ. ഈശോയെ, വളരെ നന്ദി. നീ എന്നെ ഇപ്പോഴും മനസ്സിലാക്കിയല്ലോ. അതുപോലെ നിന്നെ ഞാൻ പൂർണ്ണതയിലേക്ക് നയിക്കുകയാണ് ജെയിംസേ. എന്തിന്? കാരണം സ്വർഗത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് വായിക്കാൻ അവിടത്തേക്ക് കഴിയുമല്ലോ. എന്നോടത് പറയുകയില്ലേ? ഈശോയും ജെയിംസും കൂടി ഒരുമിച്ച് നടക്കുന്നു. ഈശോ ജാബസിന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഈ രഹസ്യ സംഭാഷണം കേൾക്കാൻ വേറെ ആരുമില്ല. രണ്ടുപേരും കണ്ണിൽ കണ്ണിൽ നോക്കി പുഞ്ചിരി തൂകുന്നു. ഈശോ ജെയിംസിന്റെ തോളിൽ കൈവച്ച് ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് ചോദിക്കുന്നു, നിനക്ക് അറിയണമെന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹമുണ്ടോ? കൊള്ളാം. ഒരു കടുംകഥയുടെ രൂപത്തിൽ ഞാനത് പറയാം. അതിൻ്റെ ഉത്തരം നീ കണ്ടുപിടിച്ചാൽ നീ ജ്ഞാനിയായി. ശ്രദ്ധിച്ചു കേൾക്കൂ. കള്ളപ്രവാചകരെയെല്ലാം കർമ്മലമലയിൽ ഒരുമിച്ച് കൂട്ടിയ ശേഷം അവരുടെ മുന്നിൽ ചെന്നു നിന്ന് ചോദിച്ചു, എത്ര നാൾ നിങ്ങളിങ്ങനെ ഏന്തി നടക്കും? ആദ്യം ഒരു കാലിൽ, പിന്നെ മറ്റേ കാലിൽ. കർത്താവാണ് ദൈവമെങ്കിൽ അവനെ അനുഗമിക്കുക, ബാലാണ് ദൈവമെങ്കിൽ അവനെ അനുഗമിക്കുക. അവർ ഒന്നും മറുപടി പറഞ്ഞില്ല. ഏലീശ അപ്പോൾ പറഞ്ഞു, ഞാൻ മാത്രം. പ്രവാചകന്റെ ഏകശക്തി അയാളുടെ ശബ്ദം മാത്രമായിരുന്നു. കർത്താവേ, ഉത്തരമരുളേണമേ, എനിക്ക് ഉത്തരമരുളേണമേ. നീയാണ് കർത്താവായ ദൈവമെന്ന് ഈ ജനം അറിയേണ്ടതിന് നീ എനിക്ക് ഉത്തരമരുളേണമേ. ഇവരുടെ ഹൃദയങ്ങളെ നീ വീണ്ടെടുക്കണമേ. അപ്പോൾ ദൈവത്തിൻ്റെ അഗ്നി വീണ് ദഹനബലിയെ മുഴുവൻ വിഴുങ്ങി. ഉത്തരം ഊഹിച്ചു പറഞ്ഞുകൊള്ളൂ. ജെയിംസ് ചിന്തിച്ചു തലയും താഴ്ത്തി നടക്കുന്നു. ഈശോ അവനെ നോക്കി പുഞ്ചിരി തൂകുന്നു. ഏതാനും മീറ്റർ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ജെയിംസ് ചോദിക്കുന്നു, ഇത് ഏലീശയെക്കുറിച്ചാണോ അതോ എൻ്റെ ഭാവിയെക്കുറിച്ചാണോ ഉദ്ദേശിക്കുന്നത്? നിന്റെ ഭാവിയെക്കുറിച്ച് തീർച്ചയായിട്ടും. ജെയിംസ് വീണ്ടും ആലോചിച്ച ശേഷം താണസ്വരത്തിൽ പറയുന്നു, ആത്മാർത്ഥതയോടെ ഒരു മാർഗത്തിൽ വ്യാപരിക്കാൻ ഇസ്രയേലിനോട് ആഹ്വാനം ചെയ്യാൻ ഞാനായിരിക്കുമോ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്? അതിൻ്റെ അർത്ഥം പീഡനങ്ങളും മർദ്ദനങ്ങളും നിമിത്തം എല്ലാവരും ചിതറിക്കപ്പെടും, ഞാൻ മാത്രം അവശേഷിക്കുമെന്നാണോ? അപ്പോൾ ഈ ജനത്തിൻ്റെ മാനസാന്തരത്തിനായി നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുമെന്നാണോ? ഞാൻ ഒരു പുരോഹിതനായാൽ എന്ന പോലെ, ഒരു ബലിവസ്തുവായാൽ എന്ന പോലെ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മുതൽ എന്നെ നീ കത്തി ജ്വലിപ്പിക്കണമേ. നീ ഇപ്പോൾ തന്നെ കത്തി ജ്വലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഏലീശായ്ക്ക് സംഭവിച്ചതുപോലെ നീയും അഗ്നിയാൽ ആവഹിക്കപ്പെടും. അതുകൊണ്ടാണ് നീയും ഞാനും മാത്രം തനിച്ച് സംസാരിക്കാനായി കർമ്മല മലയിലേക്ക് കയറുന്നത്. അതെപ്പോഴാണ്? പെസഹ തിരുനാൾ കഴിഞ്ഞാണോ? അതെ, ഒരു പെസഹായ്ക്ക് ശേഷം. അന്ന് ഞാൻ നിന്നോട് വളരെ കാര്യങ്ങൾ പറയും. കരകവിഞ്ഞൊഴുകുന്ന ഒരു ചെറുനദി അവരുടെ യാത്രയ്ക്ക് തടസ്സമാകുന്നു. വസന്തത്തിലെ മഴവെള്ളവും മഞ്ഞുരുകിയിറങ്ങുന്ന ജലവും നദിയിൽ വന്ന് നിറഞ്ഞൊഴുകുന്നു. പീറ്റർ ഓടി വന്ന് അവരോട് പറയുന്നു, പാലം കുറെ മുകൾ ഭാഗത്താണ്. ടോളഗമയിൽ നിന്നും എൻഗാൻമിലേക്കുള്ള റോഡിൻ്റെ ഭാഗമായിട്ടുള്ള പാലം. ഈശോ വിധേയത്തോടെ മുകളിലേക്ക് നടന്ന് പാലം കയറി മറുവശത്ത് കടന്നു. നന്നായി പണിതിട്ടുള്ള ഒരു കല്ലുപാലം. ഏതാനും ചെറിയ മലകളും മൊട്ടക്കുന്നുകളുമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. സന്ധ്യയാകുമ്പോഴേക്ക് നമ്മൾ എൻഗാനുമിൽ എത്തുമോ? ഫിലിപ്പ് ചോദിക്കുന്നു. തീർച്ചയായും, പക്ഷേ ഈ ബാലൻ നമ്മുടെ കൂടെയുണ്ടല്ലോ. ജാബസ്, നീ നടന്നു ക്ഷീണിച്ചോ? ഒരു മാലാഖയെ പോലെ നേര് പറയൂ. ഈശോ വാത്സല്യത്തോടെ ചോദിക്കുന്നു. കുറച്ച് ക്ഷീണമുണ്ട് കർത്താവേ, എന്നാലും ഞാൻ നടന്നുകൊള്ളാം. ഈ കുട്ടിക്ക് തീരെ ശക്തിയില്ല, എൻഡോറിലെ ജോൺ അയാളുടെ പരിക്കൻ ശബ്ദത്തിൽ പറയുന്നു. അതിലെന്താണ് അത്ഭുതം? അവൻ്റെ ജീവിതം അതുപോലെ അല്ലായിരുന്നോ? നീ ഇങ്ങു വരൂ, ഞാൻ നിന്നെ എടുത്തുകൊള്ളാം, പീറ്റർ പറയുന്നു. ഓ സാറേ, ഒട്ടും വേണ്ട, എനിക്കിനിയും കുറെ കൂടെ നടക്കാൻ കഴിയും. വരൂ, ഇങ്ങോട്ട് വരൂ.
നിനക്ക് വലിയ കനമൊന്നുമില്ല. തീറ്റ ശരിക്കും കിട്ടാത്ത ഒരു പക്ഷിക്കുഞ്ഞിനെ പോലുണ്ട് നീ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പീറ്റർ അവനെ എടുത്ത് തോളിലിരുത്തി. കാൽ രണ്ടും മുന്നോട്ടിട്ട് ആ കാലുകളിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നു. അവരെല്ലാം വളരെ വേഗത്തിൽ നടക്കുകയായി. കാരണം വെയിൽ കൂടി വരുന്നു. തണൽ വൃക്ഷങ്ങൾ ലക്ഷ്യമാക്കി ധൃതിയിൽ എല്ലാവരും നടക്കുന്നു. ഇപ്പോൾ അവർ ഒരു ഗ്രാമത്തിലെത്തി. മഗേദോ ഗ്രാമമാണ്. അവർ ഭക്ഷണം കഴിക്കുകയും അവിടെ സ്വയം വിശ്രമിക്കുകയും ചെയ്യുന്നു. വളരെ തണുത്ത വെള്ളം ശക്തിയായിട്ടൊഴുകുന്ന ഒരു ഉറവ. വെള്ളപ്പാച്ചിലിൻ്റെ സ്വരം. കറുത്ത കരിങ്കൽ തൊട്ടിയിലേക്ക് വെള്ളം ശക്തിയായി വീഴുന്നു. ഗ്രാമവാസികളാരും ഈ യാത്രക്കാരെ ശ്രദ്ധിക്കുന്നില്ല. കാരണം ധാരാളം തീർത്ഥാടകർ അതിലെ പോകുന്നുണ്ട്. നടന്നും കഴുതപ്പുറത്തും കുതിരപ്പുറത്തും ജെറുസലേമിലേക്ക് പെസഹ തിരുനാളിന് ധാരാളം ആളുകൾ പോകുന്നു. അധികം പേരും പണക്കാരാണ്. അവധിക്കാല ആഹ്ലാദത്തിൻ്റെ ഒരു പ്രതീതിയാണ് പൊതുവെയുള്ളത്. പ്രായപൂർത്തി പ്രഖ്യാപിക്കുന്ന ചടങ്ങിന് കൊണ്ടുപോകുന്ന ബാലന്മാരും കുറേയുണ്ട്. അവർക്കായുള്ള ചടങ്ങോർത്ത് അവർ അഭിമാനത്താലെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ധനിക കുടുംബങ്ങളിലെ 2 ബാലന്മാർ കളിക്കാൻ ഉറവയുടെ അടുത്ത് വന്നു. പീറ്റർ ജാബസിനെയും കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. 1000 കാര്യങ്ങൾ കാണിച്ചും പറഞ്ഞും കുട്ടിയെ സന്തോഷിപ്പിക്കാൻ പത്രോസ് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിയമത്തിൻ്റെ പുത്രനാകാൻ നീയും പോരുകയാണോ? ആ 2 കുട്ടികൾ ജാബസിനോട് ചോദിക്കുന്നു. പത്രോസിൻ്റെ പിന്നിൽ മറഞ്ഞു നിന്നുകൊണ്ട് അവൻ മറുപടി പറയുന്നു, അതെ. ഇത് നിന്റെ അപ്പനാണോ? നീ ദരിദ്രനാണോ? അതെ, ഞാൻ ദരിദ്രനാണ്. ആ 2 ബാലന്മാരും പ്രീശരുടെ മക്കളാണെന്ന് തോന്നുന്നു. പരിഹാസത്തോടെ ജാബസിനെ നോക്കി പറയുന്നു, കാണുമ്പോൾ തന്നെ അറിയാം. അത് നേരാണ്. അവൻ്റെ ഉടുപ്പ് വളരെ മോശം. ഉടുപ്പിന് ഇറക്കവുമില്ല. കുട്ടി വളർന്നപ്പോൾ ഉടുപ്പിൻ്റെ പടി അഴിച്ചിട്ടെങ്കിലും പാദത്തിൽ നിന്ന് വള്ളികൾ കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്ന ആ ചെരുപ്പ് ഉപയോഗിച്ച് നടക്കുന്നത് തന്നെ വിഷമം. കടുത്ത സ്വാർത്ഥതയുള്ള ഒരു മര്യാദയുമില്ലാത്ത തെരുവ് കുട്ടികളെ പോലെയുള്ള ആ കുട്ടികൾ ക്രൂരതയോടെ പറയുന്നു, അങ്ങനെയാണെങ്കിൽ തിരുനാളിന് ധരിക്കുവാൻ നിനക്ക് പുതിയ ഉടുപ്പുകൾ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ഞങ്ങൾക്കോ? അല്ലയോ വാക്കീം, എൻ്റെ ഉടുപ്പ് നല്ല ചുമപ്പ് നിറത്തിലുള്ളതാണ്. അതിന് യോജിച്ച നിറത്തിലുള്ള മേലങ്കിയും. അവൻ്റെ ഉടുപ്പ് നല്ല നീല നിറമുള്ളതാണ്. ഞങ്ങളുടെ ചെരുപ്പിന് വെള്ളിക്കൊളുത്തുണ്ട്. വില കൂടിയ ബെൽറ്റും ഇളം മഞ്ഞ നിറത്തിലുള്ള ഇല കൊണ്ട് ബന്ധിച്ചിരിക്കുന്ന ടാലറ്റും തലക്കെട്ടായി ഉപയോഗിക്കുന്ന ഷാൾ ഉണ്ട്. അതിൻ്റെ കൂടെ കരിങ്കല്ല് കൊണ്ടുള്ള ഹൃദയവും എന്ന് ഞാൻ പറയും, പത്രോസ് ദേഷ്യത്തോടെ പറയുന്നു. പത്രോസ് അരുവിയിൽ കാൽ കഴുകി തണുപ്പിച്ചു. പാത്രങ്ങളിലെല്ലാം വെള്ളം നിറച്ചു കഴിഞ്ഞിരുന്നു. നിങ്ങൾ ചീത്ത കുട്ടികളാണ്. നിങ്ങളുടെ ഹൃദയം നല്ലതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ചടങ്ങോ നിങ്ങളുടെ വസ്ത്രങ്ങളോ ഒരു അത്തിപ്പഴത്തിൻ്റെ വില പോലും ഇല്ലാതായിരിക്കും. എൻ്റെ ബാലനെയാണ് എനിക്ക് നിങ്ങളെക്കാൾ ഇഷ്ടം. നിഗളികളായ തെണ്ടിപ്പിള്ളേരെ പോ ദൂരെ, പണക്കാരുടെ ഇടയിലേക്ക് പോകൂ. എന്നാൽ ദരിദ്രരെ ബഹുമാനിക്കുകയും സത്യസന്ധതയുള്ളവരായിരിക്കുകയും ചെയ്യുക. ജാബസ്, വരൂ. നിന്റെ ക്ഷീണിച്ച കാലുകൾക്ക് ഈ വെള്ളം ആശ്വാസം തരും. ഇവിടേക്ക് വരൂ. ഞാൻ ആ പാദങ്ങൾ കഴുകിത്തരാം. അപ്പോൾ നിനക്ക് കുറെ കൂടി സുഖമായി നടക്കാൻ കഴിയും. ഈ വള്ളികൾ നിന്റെ പാദങ്ങൾക്ക് എങ്ങനെ വേദന വരുത്തിയെന്ന് കണ്ടോ? ഇനി നീ ഒട്ടും നടക്കേണ്ട. നമ്മൾ എൻഗാമിലെത്തുന്നതുവരെ ഞാൻ നിന്നെ കയ്യിലെടുത്തുകൊള്ളാം. അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു ചെരുപ്പ് കുത്തിയെ കണ്ടുപിടിച്ച് നിനക്ക് പുതിയ ചെരുപ്പുകൾ വാങ്ങിത്തരാം. പത്രോസ് കുട്ടിയുടെ കാൽ കഴുകി തുടക്കുന്നു. ആ പാദങ്ങൾക്ക് ഇത്രയും തലോടലുകൾ കിട്ടിയിട്ട് നാളുകൾ എത്ര കഴിഞ്ഞിരിക്കുന്നു. ബാലൻ പത്രോസിനെ നോക്കുന്നു. അല്പം സന്ദേഹമുണ്ട്. എന്നാലും അവൻ്റെ ചെരുപ്പുകൾ പാദത്തിൽ കെട്ടിവെക്കുന്ന പത്രോസിനെ നോക്കി കുനിഞ്ഞ് അവൻ്റെ ശോഷിച്ച കൈകൾ നീട്ടി കെട്ടിപ്പിടിച്ച് പത്രോസിൻ്റെ നരച്ച മുടി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, നീ എത്ര നല്ലവനാണ്. പത്രോസ് വികാരഭരിതനാകുന്നു. നനഞ്ഞ ആ സ്ഥലത്ത് തന്നെ പത്രോസ് ഇരുന്ന് കുട്ടിയെ മടിയിൽ വെച്ചുകൊണ്ട് പറയുന്നു, എന്നെ അപ്പ എന്നൊന്ന് വിളിക്കൂ. അവർ സ്നേഹത്താൽ ബന്ധിതരായി തീർന്നിരിക്കുന്നു. ഈശോയും മറ്റുള്ളവരും അടുത്തു വന്നു കഴിഞ്ഞു. എന്നാൽ അവർ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ജിജ്ഞാസയോടെ അവിടെ നോക്കി നിന്ന നിഗളിക്കുട്ടികൾ ചോദിക്കുന്നു, അപ്പോൾ ഇയാൾ നിന്റെ അപ്പനല്ലേ?
ഒട്ടും സന്ദേഹം കൂടാതെ ജാബസ് പറയുന്നു, ഇവൻ എൻ്റെ അപ്പനും അമ്മയുമാണ്. ശരിയാണ് കുഞ്ഞെ, നീ പറഞ്ഞത് ശരിയാണ്. അപ്പനും അമ്മയും. എൻ്റെ പ്രിയപ്പെട്ട മാന്യന്മാരെ, ദേവാലയത്തിലെ ചടങ്ങിന് ഇവന് നല്ല ഉടുപ്പുകൾ ഉണ്ടായിരിക്കും എന്ന് ഞാൻ തീർച്ച പറയുന്നു. ഒരു രാജാവിനുള്ളതുപോലെ ചുവപ്പു നിറത്തിലുള്ള ഒരു ഉടുപ്പ്, അവന് വെണ്മയുള്ള ടാലറ്റും ഷാളും അവനുണ്ടായിരിക്കും. ഈ പറഞ്ഞ നിറങ്ങൾ തമ്മിൽ വലിയ ചേർച്ചയൊന്നുമില്ലെങ്കിലും ഇത് കേട്ടപ്പോൾ കുട്ടികൾക്ക് ഞെട്ടലായി. അതോടെ അവർ സ്ഥലം വിട്ടു. സൈമൺ, ഈ നനഞ്ഞ നിലത്തിരുന്ന് നീ എന്താണ് ചെയ്യുന്നത്? ഈശോ പുഞ്ചിരിയോടെ ചോദിക്കുന്നു. നനഞ്ഞോ? ഹാ, ഇപ്പോഴാണ് ഞാനതറിയുന്നത്. ഞാൻ എന്താണ് ചെയ്യുന്നത്? നിഷ്കളങ്കത എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് എന്നെ വീണ്ടും ഒരു ആട്ടിൻകുട്ടിയാക്കുകയാണ്. ഓ ഗുരുവേ, ആകട്ടെ, നമുക്ക് പോകാം. എന്നാൽ ഈ കുട്ടിയെ എന്നെ ഏൽപ്പിച്ചേക്കൂ. കുറെ കഴിഞ്ഞ് അവനെ ഞാൻ തിരിച്ചു തരാം. എന്നാൽ അവൻ തനി ഇസ്രയേൽക്കാരനായി കഴിയുന്നതുവരെ അവൻ എൻ്റേതായിരിക്കും. ശരി, വൃദ്ധനായ ഒരു പിതാവിനെ പോലെ നീ അവൻ്റെ രക്ഷാകർത്താവായിരിക്കും. അതുപോലെ നമുക്ക് പോകാം. സന്ധ്യയ്ക്ക് മുമ്പ് എൻഗാനിമിൽ എത്തണമല്ലോ. കുട്ടിയെ അധികം ഓടിക്കരുതല്ലോ. ഞാൻ അവനെ എടുത്തുകൊള്ളാം. എൻ്റെ മത്സ്യവലക്ക് ഇവനേക്കാൾ ഭാരമുണ്ട്. ഉപ്പൂറ്റി പൊട്ടിയിരിക്കുന്ന ഇവന് നടക്കാൻ കഴിയുകയില്ല. വരൂ കുട്ടി. വളർത്തുപുത്രനെ തോളിലിരുത്തി പത്രോസ് സന്തോഷവാനായി നടക്കാൻ തുടങ്ങി. വഴിയിൽ ഇപ്പോൾ കൂടുതൽ തണലുണ്ട്. അവിടെയായി ചെറിയ മരങ്ങളുണ്ട്. മെല്ലെ കയറ്റമുള്ള കുന്നുകൾ കടന്നാണ് വഴി. കുന്നിൻ മുകളിൽ നിന്നും ചുറ്റുമുള്ള പ്രദേശങ്ങൾ കാണാൻ നല്ല രസമുണ്ട്. വളരെ ഫലപുഷ്ടിയുള്ള എസ്തരലോൺ താഴ്വരയാണ് കാണുന്നത്. അവൻ എൻഗാനിമിൽ എത്തിക്കഴിഞ്ഞു. ഇത് മനോഹരമായ ഒരു ചെറിയ പട്ടണമാണ്. ഒരു ചെറിയ ഡാം കെട്ടി മലകളിൽ നിന്നും വരുന്ന വെള്ളം പട്ടണത്തിലേക്ക് കൊണ്ടുവരുന്നു. റോമാക്കാർ പണിയിച്ചതായിരിക്കണം അത്. പട്ടാളത്തിൻ്റെ ഒരു സംഘം വരുന്ന ശബ്ദം കേൾക്കുന്നു. അവർക്ക് സ്ഥലം കൊടുക്കാൻ എല്ലാവരും വഴിയുടെ വക്കിലേക്ക് നീങ്ങി. കുതിരകളുടെ കുളമ്പടി ശബ്ദം വ്യക്തമായി കേൾക്കാം. പട്ടണം ആരംഭിക്കുന്ന ഈ ഭാഗത്ത് റോഡ് കല്ലുകൾ പാകി പണിതിരിക്കുന്നത് ഇടയ്ക്കിടെ കാണാം. ആകെ പൊടിയും കല്ലുകളും കൊണ്ട് മൂടിക്കിടക്കുന്ന വഴി. വൃത്തിയാക്കുന്ന ജോലി അവിടെ ഒരിക്കലും നടക്കുന്നില്ലെന്ന് തോന്നുന്നു. ഗുരുവേ മംഗളം, അങ്ങ് ഈ സ്ഥലത്ത് എങ്ങനെ വന്നു? കുതിരപ്പുറത്തു നിന്നും താഴെയിറങ്ങി ഈശോയുടെ അരികിലേക്ക് വന്ന് പബ്ലിയൂസ് റിലിയാനുസ് വിസ്മയഭരിതനായി ഉച്ചത്തിൽ പറയുന്നു. കുതിരയുടെ കടിഞ്ഞാൺ കയ്യിൽ പിടിച്ച് ഹൃദ്യമായ പുഞ്ചിരിയോടെ അയാൾ നിൽക്കുകയാണ്. തങ്ങളുടെ മേലുഗസ്തനോടൊപ്പം ആയിരിക്കാൻ പട്ടാളക്കാർ അവരുടെ വേഗത കുറയ്ക്കുന്നു. ഞാൻ പെസഹ തിരുനാളിന് ജെറുസലേമിലേക്ക് പോകുകയാണ്. ഞാനും അങ്ങോട്ട് പോകുകയാണ്. തിരുനാൾ ദിവസങ്ങളിൽ പട്ടാളത്തിൻ്റെ കാവൽ ശക്തിപ്പെടുത്തുന്നു. കാരണം പൊണ്ടിയാസ് പൈലറ്റും ക്ലോഡിയായും വരുന്നുണ്ട്. ഞങ്ങൾ അവരുടെ സേവകരാണ്. വഴികളിൽ സുരക്ഷിതത്വം തീരെയില്ല. കുറുക്കന്മാരെയെല്ലാം കഴുകന്മാർ ഓടിച്ചു കളയുന്നു. ചിരിച്ചുകൊണ്ട് അയാൾ ഈശോയെ നോക്കി പറയുന്നു, ഈ കൊല്ലം ഇരട്ടക്കാവൽ. എന്തിനാണെന്നോ? ആ വൃത്തികെട്ടവൻ അന്തിപ്പാസിൻ്റെ പുറം കേടുവരാതിരിക്കാൻ. പ്രവാചകനെ പിടിച്ചതിനാൽ ഇസ്രയേലിൽ വളരെ വെറുപ്പ് അയാളോടുണ്ട്. ഇസ്രയേലിന് അസ്വസ്ഥത, ഞങ്ങൾക്ക് അതൃപ്തി. എന്നാൽ പ്രധാന പുരോഹിതനോടും അയാളുടെ പിണിയാളുകളോടും കണക്കിന് പറഞ്ഞിട്ടുണ്ട്. താഴ്ന്ന സ്വരത്തിൽ അയാൾ പറയുന്നു, ഭയം കൂടാതെ അങ്ങോട്ട് പോയിക്കൊള്ളൂ. പുറത്തിറക്കിയ നഖങ്ങളെല്ലാം അവർ ഉള്ളിലേക്ക് വലിച്ചിട്ടുണ്ട്. ഓ, അവർക്ക് ഞങ്ങളെ നല്ല ഭയമുണ്ട്. ഞങ്ങളൊന്ന് തൊണ്ട ശരിയാക്കിയാൽ, ഒന്ന് മുരടനയ്ക്കാൽ അത് അലർച്ചയായിട്ടാണ് അവർക്ക് തോന്നുന്നത്. നീ ജെറുസലേമിൽ പ്രസംഗിക്കുമോ? പ്രിത്തോറിയത്തിനടുത്ത് വരണം. ക്ലാവുദിയ നിന്നെ ഒരു വലിയ തത്വശാസ്ത്രജ്ഞനായിട്ടാണ് കരുതുന്നത്. അത് നന്നായി, കാരണം പ്രോകോൺസൽ അവളാണ്. അയാൾ ചുറ്റും നോക്കുന്നു. പത്രോസ് ചുമടും കൊണ്ട് ആകെ വിയർത്തു നിൽക്കുകയാണ്. ചോദിക്കുകയാണ്, അപ്പോൾ ആ ബാലൻ ഞാൻ കൊണ്ടുപോരുന്ന ഒരു അനാഥ കുട്ടിയാണ്. എന്നാൽ നിന്റെ ശിഷ്യനായ ആ മനുഷ്യൻ വളരെ കഠിനമായി അധ്വാനിക്കുന്നു.
കുട്ടി, എൻ്റെ കൂടെ കുറച്ചു ദൂരം കുതിരപ്പുറത്ത് യാത്ര ചെയ്യാൻ നിനക്ക് പേടിയുണ്ടോ? ഞാൻ നിന്നെ എൻ്റെ പുറംകുപ്പായത്തിൻ്റെ അടിയിൽ ഇരുത്തി സാവകാശത്തിൽ പോകാം. പട്ടണവാതിൽക്കൽ എത്തുമ്പോൾ നിന്നെ തിരിച്ചേൽപ്പിക്കാം. ബാലന് വിഷമമില്ല. ഒരാട്ടിൻകുട്ടിയെപ്പോലെ അവൻ ശാന്തനാണ്. പബ്ലിയൂസ് അവനെ പൊക്കി ജീനിയിലിരുത്തുന്നു. യാത്ര സാവധാനത്തിൽ തുടരാൻ ആജ്ഞ നൽകുന്നതിനിടക്ക് എൻഡോറിൽ നിന്നുള്ള മനുഷ്യനെ കണ്ട് അയാളെ തറപ്പിച്ചു നോക്കി ചോദിക്കുകയാണ്, അപ്പോൾ നീ എവിടെയോ? എന്ത്? ഞാൻ ഇവിടെയാണ്. റോമാക്കാർക്ക് മുട്ട വിൽക്കുന്ന ജോലി ഞാൻ നിർത്തി. എന്നാൽ കോഴികളെയെല്ലാം ഇപ്പോഴും അവിടെയുണ്ട്. ഞാനിപ്പോൾ ഗുരുവിൻ്റെ കൂടെയാണ്. നിന്റെ ഭാഗ്യം. നിനക്ക് എത്ര വലിയ ആശ്വാസമായിരിക്കും. ഗുഡ് ബൈ. ഗുരുവേ, വന്ദനം. ആ വൃക്ഷക്കൂട്ടത്തിനടുത്ത് ഞാൻ നിനക്ക് വേണ്ടി കാത്തു നിൽക്കും. അയാൾ കുതിരയെ ഓടിക്കാൻ തുടങ്ങുന്നു. നീ അയാളെ അറിയുമോ? അയാൾ നിന്നെ അറിയുമോ? പലരും എൻഡോറിലെ ജോണിനോട് ചോദിക്കുന്നു. അറിയും. ഞാനായിരുന്നു അയാൾക്ക് കോഴികളെ കൊടുത്തിരുന്നത്. നേരത്തെ അയാൾക്കെന്നെ അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ ഒരു ദിവസം നായിമിലുള്ള അവരുടെ കെട്ടിടത്തിലേക്ക് എന്നെ വിളിപ്പിച്ചു. കോഴിയുടെ വില അന്വേഷിക്കാൻ വിളിപ്പിച്ചതാണ്. അന്ന് അയാളും അവിടെ ഉണ്ടായിരുന്നു. അന്നു മുതൽ എന്നെ കാണുമ്പോഴെല്ലാം അയാൾ എന്നോട് സംസാരിച്ചിരുന്നു. പുസ്തകങ്ങളും പണിയായുധങ്ങളും വാങ്ങാൻ ആ കാലത്ത് ഞാൻ പല പ്രാവശ്യം സിസേറിയയിലേക്ക് പോയിരുന്നു. അവൻ എന്നെ വിളിക്കുന്നത് സൈക്ലോപ്സ് എന്നും ഡയോജനിസ് എന്നും മറ്റുമാണ്. ആൾ മോശമല്ല. എനിക്കും റോമാക്കാരെ ഒട്ടും ഇഷ്ടമില്ലെങ്കിലും ഇയാൾക്ക് ഒരു തരത്തിലും ഞാൻ അപ്രീതി വരുത്തിയിട്ടില്ല. കാരണം ഇയാളെക്കൊണ്ട് എനിക്ക് ഉപകാരമുണ്ടാകാൻ പാടുണ്ട്. ആ പറഞ്ഞത് കേട്ടോ ഗുരുവേ? കഫർനാമിൽ വെച്ച് ശതാധിപനോട് ഞാൻ പ്രസംഗിച്ചത് നന്നായി. ഇപ്പോൾ എനിക്ക് ആശ്വാസം കിട്ടിയിരിക്കുന്നു. അവർ കാടിനടുത്തായി. പട്ടാളക്കാർ കുതിരപ്പുറത്ത് നിന്നിറങ്ങി ആ തണലിൽ വിശ്രമിക്കുകയാണ്. കുട്ടിയെ ഞാൻ തിരിച്ചേൽപ്പിക്കുന്നു. ഗുരുവേ, ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ? ഞങ്ങളോട് കൽപ്പിച്ചാൽ മതി. ഒന്നും വേണ്ട പബ്ലിയൂസേ. ദൈവം തന്നെ തന്നെ നിനക്ക് കാണിച്ചു തരട്ടെ. മംഗളം. അയാൾ കുതിരപ്പുറത്ത് കയറി യാത്രയാകുന്നു. പട്ടാളക്കാരെയെല്ലാം പിമ്പിൽ. കുതിരകളുടെ കുളമ്പടി ശബ്ദവും ആയുധങ്ങളുടെ കിലുക്കവും കൂടെ ചേർന്ന് വലിയ ആരവം. അവരെല്ലാം പട്ടണത്തിൽ പ്രവേശിക്കുന്നു. പത്രോസ് ബാലനെയും കൂട്ടി പുതിയ ചെരുപ്പ് വാങ്ങാൻ പോകുന്നു. ആ മനുഷ്യന് ഒരു മകനില്ലാത്തതിനാൽ മരിക്കുകയാണ്. പാവം, അവനെ പഴിക്കാൻ പറ്റുകയില്ല. തീഷ്ണമതി പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ആയിരക്കണക്കിന് പുത്രന്മാരെ തരും. ഇപ്പോൾ നമുക്ക് പോയി വിശ്രമത്തിനൊരിടം കണ്ടുപിടിക്കാം. നാളെ പുലർച്ചെയോടെ നമുക്ക് യാത്ര തുടരണമല്ലോ.